IAS തലപ്പത്തെ പോരിന് പിന്നാലെ ചീഫ് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി എൻ പ്രശാന്ത് IAS വീണ്ടും. ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായ പെരുമാറ്റമാണ് നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഡോക്ടർ എ ജയതിലക് IASനെതിരെ തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ലെന്നാണ് എൻ പ്രശാന്ത് IASൻ്റെ പരാതി. ഇത് പ്രമാണിച്ച് പരാതി ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്തായി കൊടുത്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എൻ പ്രശാന്ത് IAS പിന്മാറാൻ തയ്യാറല്ല. ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും എൻ പ്രശാന്ത് IAS പിന്മാറാൻ തയ്യാറല്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്തും. നേരത്തെ കെ ഗോപാലകൃഷ്ണനെതിരെയും ജയതിലകിനെതിരെയുമായിരുന്നു പ്രത്യക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ ശക്തമായ വിമർശനം ചീഫ് സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിക്ക് 14/11/2024 നവംബർ 14 ഒരു കത്തയക്കുന്നു. അതിൽ ജയതിലകിനെതിരെ ചില തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കത്തയച്ചത്. അതിനുശേഷം 5/1/2025 അന്നും ചില രേഖകൾ സഹിതം കത്തയക്കുന്നു. എന്നാൽ ഇവ രണ്ടും കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാട് ചീഫ് സെക്രട്ടറി തന്നെ അറിയിക്കുന്നു. ചീഫ് സെക്രട്ടറിയെ ഡയറക്റ്റ് നേരിട്ട് അഡ്രസ് ചെയ്ത് അയച്ച കത്താണ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഒന്നുകിൽ ഈ കത്ത് മനഃപൂർവ്വം നശിപ്പിക്കുകയോ അല്ല എങ്കിൽ അത് കിട്ടിയില്ല എന്ന് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നു എന്ന് താൻ കരുതുന്നു. ഈ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് താൻ ഉത്തരവാദിത്വത്തോടുകൂടി ആരോപിക്കുന്നു. ഇനി ഒരു രേഖകളും നേരിട്ട് പോസ്റ്റൽ വഴി അയക്കില്ല, ഡിജിറ്റൽ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇനി മറുപടികളും രേഖകളും അയക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി തന്റെ കമ്മ്യൂണിക്കേഷൻ, തന്റെ ആശയവിനിമയം പൂർണ്ണമായി ഇമെയിൽ വഴിയായിരിക്കും. അതുകൂടാതെ തനിക്കെതിരെ, അതായത് പ്രശാന്തിനെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെല്ലാം ഒഴിവാക്കി സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറാകണം. എന്നാൽ താൻ ഇനിയും ഹിയറിംഗിന് ഹാജരാകാൻ തയ്യാറാണ്. ഹിയറിംഗിന് ഹാജരാകണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. താൻ ഇനി ഓൺലൈൻ നേരിട്ട് ഹാജരാകുന്നു എങ്കിൽ പോലും ഓൺലൈനിൽ അത് ലൈവിൽ സ്ട്രീം ചെയ്യിക്കണം, അല്ലാതെ ഹിയറിംഗിന് ഹാജരാകില്ല. ഇത്തരത്തിൽ താൻ പറയാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പ്രശാന്ത് പിന്നോട്ടില്ല. ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രശാന്തിന്റെ ഇപ്പോഴത്തെ കത്ത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.